ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാൻ ഇന്നൊരു 5:30 ആയിട്ട് എണീറ്റു കേട്ടോ. കുറച്ച് താമസിച്ചു പോയി. ഒരു 5 മണിക്കൊക്കെ എണീക്കുകയാണെങ്കിൽ കുറച്ചും കൂടി സമാധാനം. നമുക്ക് വേഗം വേഗം കുറേ ജോലികൾ രാവിലെ തന്നെ കുറേ ജോലികൾ അങ്ങ് ചെയ്ത് തീർക്കുവാണെങ്കിൽ മടിയൊന്നും പിടിക്കാതെ മൊബൈലൊന്നും നോക്കി ചുമ്മാ എണീറ്റിട്ട് ബെഡേ കിടക്കാതെ നമ്മൾ നേരത്തെ കുറേ ജോലികൾ അങ്ങ് ചെയ്ത് തീർക്കുവാണെങ്കിൽ പിന്നെ നമുക്ക് കുറേ റിലാക്സേഷൻ ഉള്ള ടൈം കിട്ടും. അതിൻ്റെ ഇടയ്ക്ക് സമാധാനത്തോടെ ജോലി ചെയ്യാൻ. അങ്ങനെയാണ് 5 മണിക്ക് എണീക്കുന്നതാണ് അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇനി ഇന്ന് 5:30 ആയിപ്പോയി. ഇന്നലെ രാത്രി ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് എൻ്റെ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കിടന്നുറങ്ങിയത്. അപ്പൊ അങ്ങനെ എന്നാലും ഇന്നത്തെ നമ്മുടെ ദിവസം ഈ ഇതുപോലെ ഒരു വെരി ഗുഡ് ഡേ ആകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം ഇനിയിപ്പം രാവിലെ ഞാൻ അത്യാവശ്യ ജോലികളൊക്കെ കിച്ചണിൽ ചെയ്തു. മില്ലറ്റ് ദോശ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. ഇനി നമുക്ക് കൊറിയർ പാക്കിംഗ് ആണ്. അതിനു മുമ്പ് നമ്മുടെ ലിസ്റ്റ്, കമ്പ്യൂട്ടർ ലിസ്റ്റ് ഒന്നോടെ ചെക്ക് ചെയ്യണം. നമ്മുടെ ബുക്കിലേക്ക് അതെല്ലാം ഒന്ന് നോട്ട് ചെയ്യണം. അങ്ങനെ നമ്മൾ ബുക്കിലേക്കും കൂടി നോട്ട് ചെയ്ത് വെക്കുമ്പോൾ പിന്നെ നമുക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ പിന്നീട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ദിവസമാണ് ഞാൻ പ്രൊഡക്റ്റ് അയച്ചെന്നുള്ളതും പിന്നെ ഏതൊക്കെ പ്രൊഡക്റ്റ് അയച്ചെന്നുള്ളതൊക്കെ എനിക്ക് വളരെ പെട്ടെന്ന് എൻ്റെ നോട്ട് ബുക്കിൽ നിന്ന് നോക്കിയെടുക്കാൻ പറ്റും. ഒരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് ഞാൻ നോട്ട് ബുക്കിലേക്കും കൂടി നമ്മുടെ കമ്പ്യൂട്ടർ ലിസ്റ്റ് ഒന്നോടെ ഇങ്ങോട്ട് എഴുതി വെക്കും. അങ്ങനെയാണ്. പിന്നെ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം, കുറേ നാളുകളായിട്ട് എൻ്റെ ആഗ്രഹമായിരുന്നു. നിങ്ങൾക്കറിയാലോ, ഞാൻ ഇപ്പോഴും യൂട്യൂബിൽ പ്രത്യക്ഷപ്പെടുന്ന ഒത്തിരി ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് ഭയങ്കര എന്താ പറയാ കുറച്ച് ഒരുങ്ങി അങ്ങനെയൊക്കെ അല്ലേ. എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഒത്തിരി ഡ്രസ്സും വിലയുള്ള ഡ്രസ്സല്ല, പക്ഷെ ഒത്തിരി എണ്ണം ഞാൻ മേടിക്കും. അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മുടെ ഒരു ഇഷ്ടങ്ങളായിരിക്കുമല്ലോ നമുക്ക് നമ്മുടെ ബിസിനസ്സിലും കൊണ്ടുവരാൻ നമുക്ക് കൂടുതൽ താല്പര്യം. അപ്പൊ എനിക്ക് ഒത്തിരി നാളായിട്ട് എനിക്ക് ആഗ്രഹമായിരുന്നു നമുക്ക് ഓർണമെന്റ്സിന്റെ ബിസിനസ് തുടങ്ങണം എന്നുള്ളത്. ഇപ്പൊ നമുക്ക് നല്ല കുറെ പ്രൊഡക്റ്റുകൾ, അത് ഞാൻ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള നല്ല സ്റ്റാൻഡേർഡ് ഉള്ള സാധനങ്ങളാണ് എനിക്ക് ആഗ്രഹം. അത് കുറച്ച് വില കുറച്ച് തരിക എന്നുള്ളതും കൂടിയാ എൻ്റെ ഒരു എയിം. അപ്പൊ അങ്ങനെ നമുക്ക് കുറെ ബോംബെ പ്രൊഡക്റ്റുകളാണ് നമ്മളിപ്പം റെഡിയാക്കിയേക്കണം. അപ്പൊ അത് കുറെ വന്നിട്ടുണ്ട്. ബാക്കി കുറച്ച് അടുത്ത ആഴ്ച ഒരു 3-4 ദിവസത്തിനുള്ളിൽ വരും. അപ്പൊ വന്ന പ്രൊഡക്റ്റുകളൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നമ്മൾ സെലക്ട് ചെയ്ത് മേടിച്ചതൊക്കെയാണ്. അപ്പം ഞാൻ കാണിച്ചു തരാം. അത് ഇനിയിപ്പോ അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്ക് ഞാൻ അതിന്റെ ഒരു ഫുൾ വീഡിയോ ഇടാം ഞാൻ ഓർക്കണം. ഇത് കേട്ടോ, നല്ല സ്റ്റോണുകള്, അടിപൊളി സ്റ്റാൻഡേർഡ് സ്റ്റോണുകൾ വെച്ച് സ്റ്റഡുകളുണ്ട്, ഹാങ്ങിങ് ആയിട്ടുള്ളതുണ്ട്. പിന്നെ ഇങ്ങനത്തെ, പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് ഇങ്ങനെ നമ്മൾ ടോപ്പൊക്കെ ഇടുമ്പോൾ ചോക്കറുകൾ ഇഷ്ടമാണ്. ആ കൂടെ ഇങ്ങനത്തെ സ്റ്റോൺ വെച്ച വലിയ വലിയ ഇങ്ങനെ ഹെവി ആയിട്ടുള്ള മെറ്റലിന്റെ ഇങ്ങനത്തെ മാലകളുണ്ടല്ലോ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് ഇപ്പൊ എന്താ ജീൻസിന്റെ ടോപ്പിനോ അല്ലെങ്കിൽ ഇപ്പൊ ഈവൻ ചുരിദാറിനോ കോട്ട്സെറ്റിനോ ഒക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പ് അങ്ങനെ ഉള്ളതാണിത്. ഭയങ്കര നല്ല രസമാണ് ഇതിങ്ങനെ സ്റ്റോൺ വെച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഉള്ളത് ഇടുന്നത്. അങ്ങനെ കുറച്ച് കഴുത്ത് ഇങ്ങനെ കയറിയ ഡ്രസ്സിന്റെ കൂടെ ഇത് ഇടാൻ പറ്റത്തില്ല. അത് ഓരോ ഡ്രസ്സിന് നമ്മളത് ശ്രദ്ധിച്ചിട്ട് അങ്ങനെ ഇടുക. ഇപ്പൊ സാരിക്ക്, അതുപോലെ കുറച്ച് കഴുത്തിറക്കമുള്ള ടോപ്പുകൾക്ക്, ജീൻസിന്റെ ടോപ്പിന് അല്ലെങ്കിൽ കോട്ട് സെറ്റിന് അങ്ങനെയൊക്കെ നമുക്ക് ഇടാൻ പറ്റുന്നതാണ്. അടിപൊളിയാണ്. അങ്ങനത്തെ കുറച്ച് നല്ല കളക്ഷൻ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഒത്തിരി സ്റ്റഡുകള് അങ്ങനെയൊക്കെ. പിന്നെ റിങ് അതൊന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല, കാരണം നമുക്ക് സൈസ് ബുദ്ധിമുട്ട് വരുമല്ലോ. അപ്പം കമ്മലും ഇതുപോലത്തെ മാലകളും ചോക്കറുകളും ഒക്കെ ആകുമ്പോൾ നമുക്ക് യൂണിവേഴ്സൽ ആയിട്ട് തന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ കുറച്ച് നല്ല കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടോ എന്ത് രസം നോക്കിയ സ്റ്റോണിന്റെ ഒക്കെ. ഞാൻ അടുത്തുനിന്ന് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് വീഡിയോ ആയിട്ട് ചെയ്തു തരാം. അപ്പൊ അങ്ങനെ അതൊക്കെ ഞാൻ 2-3-4 ദിവസത്തിനുള്ളിൽ ഞാൻ അതൊക്കെ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പം ജസ്റ്റ് ഞാൻ നിങ്ങളെ കാണിച്ചതേ ഉള്ളൂ. നമ്മൾ അതും കൂടി തുടങ്ങുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനിയിപ്പോ നമുക്ക് നേരെ കൊറിയർ ലിസ്റ്റ് ഒക്കെ എടുത്തിട്ട് അതൊക്കെ എഴുതിയിട്ട് ഒന്നോടെ വേഗം പാക്ക് ചെയ്യണം. പാക്ക് ചെയ്തിട്ട് ഇന്ന് ഒത്തിരി ജോലികൾ പ്ലാൻ ചെയ്തേക്കുന്ന ദിവസങ്ങളാണ്. അതായത് നമുക്ക് ഡോഗ്സിന്റെ ഒക്കെ ഫുഡ് മേടിക്കാൻ പോകണം, അതൊക്കെ കുക്ക് ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ഇന്ന് ഷോപ്പിംഗ് നമ്മുടെ കിച്ചണിൽ എല്ലാ സാധനവും തീർന്നിരിക്കുന്നു എന്ന് പറയാം. ഫ്രീസറിൽ മാത്രം നിറച്ച സാധനമുണ്ട്, പക്ഷെ ഫ്രിഡ്ജിലെല്ലാം കാലിയാണ്. അപ്പൊ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് പതുക്കെ ഓരോന്നോരോന്നായിട്ട് ചെയ്യാം. പറ്റിയാണ് ഞാൻ വീഡിയോ ഒക്കെ ആയിട്ട് കുറെ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ മിനിഞ്ഞാന്ന് തോന്നുന്നു ഓരോ മില്ലറ്റിന്റെ വീഡിയോ ഇട്ടായിരുന്നല്ലോ. ഒത്തിരി മില്ലറ്റ്സിന്റെ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇന്നലെ ഫ്രോക്ക് നൈറ്റീസിന്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഒത്തിരി ഓർഡർ അത് വന്നിട്ടുണ്ട്. പക്ഷെ അതെനിക്ക് പാക്ക് ചെയ്ത് തീർക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടെല്ലാം വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി കാണിച്ചല്ലോ. അപ്പൊ അതിനെ എല്ലാം പാക്ക് ചെയ്യണം, എന്നിട്ടേ എനിക്ക് സെൻഡ് ആക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ നാളത്തേന് മാറ്റി വെക്കും സെൻഡ് ആക്കുന്നത്. മില്ലറ്റ്സിന്റെ ഓർഡറൊക്കെ എനിക്ക് കുറെ കാര്യമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ പഴയ ഓർഡറുകൾ കുറേ ഉണ്ടായിരുന്നു, അതിലും കുറെ എടുത്തിട്ടുണ്ട്. അങ്ങനെ വെബ്സൈറ്റ് വഴി നമുക്ക് ഒത്തിരി ഓർഡർ വരുന്നുണ്ട്, വാട്സപ്പ് വഴിയും വരുന്നുണ്ട്. അപ്പൊ രണ്ടും നോക്കണമല്ലോ. അങ്ങനെയാണ്. വെബ്സൈറ്റിന്റെ ആവശ്യം നോക്കിക്കോളൂ, അവനെ എനിക്ക് സ്ലിപ്പ് ഒക്കെ എടുത്ത് തന്നോളൂ. അങ്ങനെ പിന്നെ പാക്കിങ്ങും ബാക്കി ഒക്കെ ഞാൻ ഇവിടെ നോക്കിയത് അതും ഞാൻ എന്റെ നോട്ട് ബുക്കിലേക്ക് നോട്ട് ചെയ്ത് വെച്ചിട്ട് അങ്ങനെയൊക്കെയാണ്. അപ്പം വാട്സപ്പ് വഴി വരുന്നത് ഞാനാണ് എപ്പോഴും നോക്കുന്നതും റിപ്ലൈ കൊടുക്കുന്നതും പിന്നെ ഓർഡർ എടുക്കുന്നതും ഒക്കെ. അപ്പൊ അങ്ങനെ അതെല്ലാം നമുക്ക് വേഗം ഒന്ന് പാക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ഓരോ ജോലികൾ ഹാപ്പി ആയിട്ട് അങ്ങ് ചെയ്യാം.
പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഞാനിപ്പോ ഒരു കുറേ ദിവസങ്ങൾ കൂടിയിട്ട് ഒരു 2 വീഡിയോ ഈ അടുത്ത് 2 ദിവസം മുമ്പാണല്ലോ ഇട്ടത്. പിന്നെ ഇവിടെ കുറച്ച് വർക്കൊക്കെ നടക്കുമായിരുന്നു, കുറച്ച് കാര്യങ്ങളായിട്ട് തിരക്കായിട്ട് പോയി, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും ചെയ്യാതിരുന്നത്. നമ്മുടെ ഒത്തിരി പ്രൊഡക്റ്റുകളെല്ലാം മേക്ക് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു, അങ്ങനെ കുറെ കാര്യങ്ങൾ. പിന്നെ മഴ വരുമല്ലേ, അതിന് മുമ്പുള്ള കുറെ ചടുപിടവ് വർക്കുകൾ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ 2 ദിവസം 2 വീഡിയോസ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഒത്തിരി പേര് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് വിട്ടു. കുറേ ദിവസം കൂടിയിട്ട് ചേച്ചിനെ കാണുമ്പോൾ ചേച്ചിന്റെ മുഖത്തിന് ഭയങ്കര വ്യത്യാസമുണ്ട്, എന്തോ ചേച്ചി ചെയ്തു, എന്തെങ്കിലും ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടോ, എന്താ ചെയ്തത്, സത്യം പറ എന്ന് പറഞ്ഞ കുറെ നമ്മുടെ നല്ലവരായ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, എന്റെ ഫ്രണ്ട്സ് പോലെയുള്ളവരുണ്ട്. വാട്സപ്പിലുള്ള എല്ലാവരും എന്റെ ഫ്രണ്ട്സ് തന്നെയാണ്. അപ്പൊ അവരെനിക്ക് മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നു, സത്യം പറയേച്ചി, സത്യം പറയാന്ന് പറഞ്ഞാൽ. സത്യത്തിൽ കൂട്ടുകാരെ ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. നമ്മുടെ തന്നെ ഒത്തിരി നാച്ചുറൽ പ്രോഡക്റ്റുകൾ ഉണ്ടല്ലോ, അതാണ്. അല്ലാതെ ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒന്നും ഞാൻ മുഖത്തേക്ക് ചെയ്യില്ല. ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുഖം പെട്ടെന്ന് ഡള്ളായി പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുവാണെങ്കിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക, ഇല്ലേ. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ബോഡി മോയ്സ്ചർ ഉണ്ട്, വിവാക്സിന്റെ നാച്ചുറൽ ആണ് വിവാക്സ് എന്ന് പറയുന്നത്. തേനീച്ച അറിയില്ലേ, അത് ശുദ്ധീകരിച്ചെടുക്കുന്ന സാധനമാണ് വിവാക്സ് എന്ന് പറയുന്നത്. ഭയങ്കര കോസ്റ്റ്ലി, അത് ഭയങ്കര നല്ല പ്രോഡക്റ്റുകൾ ചേർക്കുന്നതാണ്, കോസ്മെറ്റിക്കുകളിൽ ചേർക്കുന്ന സാധനമാണ് വിവാക്സ്. ഭയങ്കര കോസ്റ്റ്ലി ആയതുകൊണ്ട് വളരെ കുറഞ്ഞ അളവിലാണ് അതെല്ലാവരും ചേർക്കത്തുള്ളൂ. പക്ഷെ നമ്മൾ അതാണ് മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ട് എടുത്തിട്ട് നമ്മുടെ വിവാക്സ് റെഡിയാക്കിയേക്കുന്നത്. അപ്പൊ വിവാക്സ് കോക്കനട്ട് ഓയിലും അതിൽ ചേർക്കുന്ന എസെൻഷ്യൽ ഓയിലുകളും ആണ് ചേർക്കുന്നത്. അപ്പൊ നമ്മളിങ്ങനെ കെമിക്കൽ ഫ്രീ ആയിട്ട് ഇങ്ങനത്തെ നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുമ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെതായ ചേഞ്ച് എന്തായാലും ഉണ്ടാവും. അപ്പൊ നമ്മുടെ സ്കിന്നും നല്ലതാവും. ഞാനിത് എല്ലാ ദിവസവും രാത്രി, ആക്ച്വലി ഇത് ബോഡി മോയ്സ്ചർ ആണ്, ഡേ ടൈം നമുക്ക് ബോഡിയിൽ യൂസ് ചെയ്യാം, കുറച്ച് ഓയിലി ടൈപ്പാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, രാത്രി കിടക്കുന്നതിന് മുമ്പ് വൈകുന്നേരം ജോലികളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ബെഡേ വന്ന് ഇരിക്കുമ്പോൾ ഇതിൽ കുറച്ചെടുത്തിട്ട് നന്നായിട്ട് മുഖത്തെല്ലാം തേച്ച്, ഞാൻ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യണം എന്ന് ഓർത്തിരിക്കുക. മുഖത്തും കണ്ണിന്റെ താഴെയും ഫുള്ള് കഴുത്തേനും തേക്കും, മുഖത്തും തേക്കും. എന്നിട്ട് നന്നായിട്ടൊരു മസാജ് കൊടുക്കും. കുറേ നേരം എടുത്ത് നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്യും. മസാജ് ചെയ്യുന്നതിനൊരു ടെക്നിക്ക് ഉണ്ട്, അതും ഞാൻ കാണിച്ചു തരാം. ഇല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ നോക്കിയാൽ ഇഷ്ടം പോലെ ഉണ്ട് ഫേസ് മസാജ് എന്ന് നോക്കിയാൽ. അപ്പൊ നന്നായിട്ട് കുറച്ച് നേരം ഇരുന്ന് മസാജ് ചെയ്യും. അപ്പൊ ഇതങ്ങ് അബ്സോർവ് ചെയ്തോളും. അങ്ങനെയാണ്. പിന്നെ അത് കഴുകി കളയൊന്നുമില്ല, നേരം വെളുക്കുമ്പോഴാണ് ഞാനത് കഴുകി കളയുന്നത്. എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ മുഖത്തിന്റെ ചുളിവുകളെല്ലാം കുറഞ്ഞു നിന്നോളും ഈ വിവാക്സിന്റെ മോയ്സ്ചർ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ് ഞാനിപ്പോ ഇട്ടേക്കുന്നതും ഒക്കെ നമ്മുടെ തന്നെ നാച്ചുറൽ ആയിട്ട് നമ്മൾ ഈ വിവാക്സും കൊണ്ട് തന്നെ എഡിബിൾ കളറും ഈ വിവാക്സും ചേർത്തിട്ട് നമ്മൾ റെഡിയാക്കുന്ന പിങ്ക് കളറുള്ള ലിപ്സ്റ്റിക് ഉണ്ട്, ന്യൂഡ് കളറായിട്ടുള്ളുണ്ട്, 3 കളറുണ്ട്. അതായത് ഒന്ന് പ്ലെയിന്, അതായത് 3 കളറുണ്ട്, ഒന്ന് പ്ലെയിന്, കളർ ഒന്നുമില്ല. ഇതാണ് വിവാക്സിന്റെ ഒരു കളർ വരും, ഒരു ഇളം മഞ്ഞ കളർ. അപ്പൊ ഇത് കളറില്ല കേട്ടോ തേച്ച് കഴിഞ്ഞാല്. അപ്പൊ ഇത് രാത്രി ഞാൻ ചുണ്ട് തേച്ചിട്ട് കിടക്കും. അപ്പൊ ചുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് പൊട്ടലും ചീറ്റലും ഒക്കെ മാറിയിട്ട് നല്ല പ്ലഫി ആയിട്ട്, നല്ല ഒട്ടും പൊട്ടാതെ നല്ല പ്ലം ആയിട്ട് ഇരുന്നോളും. പിന്നെ എന്താ, പിഗ്മെന്റേഷൻ മാറിക്കോളും വിവാക്സ് ആയതുകൊണ്ട്, അതങ്ങനെ. പിന്നെ അതിന്റെ തന്നെ ഒരു ന്യൂഡ് കളർ ഉണ്ട്. ന്യൂഡ് കളർ എന്ന് വെച്ചാൽ അങ്ങനെ കളറൊന്നും തോന്നത്തില്ല. നമുക്കൊരു ഓഫീസിലൊക്കെ പോകുമ്പോൾ നമുക്ക് ലിപ്സ്റ്റിക് ഇടണ്ടാന്നുണ്ടെങ്കിൽ ന്യൂഡ് കളർ നമുക്ക് യൂസ് ചെയ്യാം, അങ്ങനെയാണ്. പിന്നെ ഉള്ളത് നമ്മുടെ നല്ല പിങ്ക് കളർ ലിപ്സ്റ്റിക്കാണ്, ഞാനിപ്പോ ഇട്ടേക്കുന്ന പോലത്തെ ലിപ്സ്റ്റിക് ആണിത്. അപ്പം ഇത് എഡിബിൾ കളറും നമ്മുടെ ഈ വാക്സിൻ ചേർത്തിട്ടുണ്ടാകുന്ന. അപ്പൊ ഇത് നമ്മളിപ്പോ ഇടയ്ക്ക് ഇങ്ങനെ ചുണ്ടൊക്കെ ഇങ്ങനെ നനയ്ക്കത്തില്ലേ, അങ്ങനെ നനയ്ക്കുക. അപ്പൊ ഉള്ളിൽ പോകത്തില്ലേ ലിപ്സ്റ്റിക്ക്. ബാക്കിയുള്ള ലിപ്സ്റ്റിക് അങ്ങനെ നമുക്ക് പോയിക്കൂടാ, അതിൽ ഒത്തിരി കെമിക്കൽ ആഡഡ് ആയിരിക്കും. ഇതിൽ ഒരു കെമിക്കലും ഇല്ല, അങ്ങനെയാണ്. ഇതില് ജസ്റ്റ് എഡിബിൾ കളറും നമ്മുടെ ബീട്രൂട്ടിന്റെ പൗഡർ ഞാൻ ചേർക്കും, അതും പിന്നെ നമ്മുടെ എസെൻഷ്യൽ ഓയിലും വിവാക്സും ആണ് ചേർത്തേക്കുന്നത്. കോക്കനട്ട് ഓയിലും ആണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത്രയും സാധനം ആയതുകൊണ്ട് ഇത് പുള്ളി പോയാലും കുഴപ്പമൊന്നുമില്ല. എഡിബിൾ കളർ നമ്മൾ കേക്കിലും ബാക്കി എല്ലാത്തിലും ഉപയോഗിക്കുന്നല്ലേ എഡിബിൾ കളർ. പിന്നെ വിവാക്സ് എഡിബിളാ, അങ്ങനെയാണ്. അപ്പൊ എന്താ വെച്ചാൽ അത് വരുത്തിയിട്ടുണ്ട് കേട്ടോ, വയറുവേദന എടുക്കുക, അങ്ങനെയാണ്. എല്ലാം ഞാൻ പറയുക, ഇതിൽ പോയിസൺ ഒന്നുമില്ല, കെമിക്കൽ ഒന്നും ഇല്ല എന്ന് പറയുക. അപ്പൊ ഇങ്ങനത്തെ തേക്കുന്നതുകൊണ്ട് നമുക്ക് ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഇപ്പം നമ്മുടെ ലിപ്സ്റ്റിക് കുറച്ച് ഉള്ളിൽ പോയാലും പേടിക്കണ്ട, ആ രീതിയിലാണ്, അത്രയും നാച്ചുറൽ ആണ്. അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് അപ്പൊ രാത്രി നന്നായിട്ട് ഈ വിവാക്സ് മുഖത്ത് തേച്ചിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് കിടക്കുന്നുണ്ടായിരിക്കും കുറെ ചുളിവുകളൊക്കെ അങ്ങ് മാറിക്കിടക്കും. ഇപ്പൊ ഇത് എന്റെ കയ്യിൽ ബോഡി മോയ്സ്ചർ ആയിട്ട് മേടിക്കുന്ന എല്ലാവരും അവരുടെ സ്വന്തം ഇഷ്ടത്തിന് ജസ്റ്റ് കുറച്ചു പേരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ മുഖത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞിട്ട് ഞാൻ രാത്രി യൂസ് ചെയ്യുന്നുണ്ട്, അങ്ങനെ യൂസ് ചെയ്തോളൂ, കുഴപ്പമില്ലെന്ന്. അപ്പൊ പിന്നെ സ്വന്തം ഇഷ്ടപ്രകാരം അവരെല്ലാം യൂസ് ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് കൊടുക്കും, ചേച്ചി ഇത് അടിപൊളി സാധനം, രാത്രി ചേച്ചി ഒന്ന് മുഖത്ത് തേച്ചൊക്കെ എന്നോട് തന്നെ തിരിച്ചു പറയും, ചേച്ചി ഒന്ന് മുഖത്ത് തേച്ച് നോക്കി, ഇത് അടിപൊളി സാധനം, നമ്മുടെ ചുളിവൊക്കെ പോകുന്നുണ്ട്, നല്ലതാണ്, ഒത്തിരി സോഫ്റ്റ് ആവുന്നുണ്ട് മുഖം, നല്ലതാണ്, വിവാക്സ് അല്ലേ, അപ്പൊ അത് കുഴപ്പമില്ലാത്തതാണ്, അങ്ങനെയാണ്. അപ്പൊ ആ ഒരു കാര്യം ഉണ്ട്, മേ ബി കുറച്ച് ചേഞ്ച് വരാൻ. ഇപ്പൊ ഞാൻ എല്ലാ ദിവസവും അത് യൂസ് ചെയ്തിട്ടാണ് കിടക്കുന്നത്. പിന്നെ ഞാൻ ഫേസ് വാഷ് പൗഡർ ആയിട്ട് നമ്മുടെ തന്നെ ഫേസ് വാഷ് പൗഡർ യൂസ് ചെയ്യുന്നത്. ഇതിൽ
ഒത്തിരി ആയുർവേദ മരുന്നുകൾ പൊടിച്ചു ചേർത്തിട്ട് നമ്മൾ തന്നെ റെഡിയാക്കി എടുക്കുന്ന പൗഡറാണ്. അപ്പൊ ഇത് ഒത്തിരി നല്ലതാണ് മുഖത്തിന്റെ ഈ ഡെഡ് സ്കിന്നൊക്കെ ഒന്ന് പോകാന്, നാച്ചുറൽ ആയിട്ടൊരു ഗ്ലോ കൊണ്ടുവരാൻ. ഇത് തേച്ച് വെക്കൊന്നും വേണ്ട, കയ്യിലേക്ക് ഇത് ഈ കായത്തിന്റെ ഒക്കെ കുപ്പി പോലെയുള്ള ബോട്ടിലാണ്. ഇവിടെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ തുള കൊടുക്കുക, ഒരു കമ്പി എന്തെങ്കിലും ചൂടാക്കിയിട്ട് ഒരു കുത്തു കൊടുത്താൽ മതി, തുളഞ്ഞോളും. എന്നിട്ട് നമുക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിങ്ങനെ അടച്ചു വെക്കാൻ പറ്റും. തണുപ്പ് കയറരുത് കേട്ടോ, പുത്ത് പോകാൻ നോക്കണേ. അപ്പൊ അങ്ങനെ തുളച്ചിട്ട് ഇതിനിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് അടച്ചു വെച്ചേക്കണം എല്ലാ പ്രാവശ്യം യൂസ് ചെയ്തിട്ട്. അപ്പൊ ഇതിൽ നിന്ന് കുറച്ച് കയ്യിലേക്ക് എടുക്കും ഇങ്ങനെ. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ഒരു ഇച്ചിരി വെള്ളം, പൈപ്പിൽ നിന്ന് തന്നെ ഒരു ഇച്ചിരി വെള്ളം നമ്മൾ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ചാലിക്കാന്ന് പറയില്ല, അങ്ങനെ കയ്യിൽ ഉള്ളം കൈ വെച്ച് ചാലിച്ചിട്ട് അത് ഞാൻ മുഖത്ത് തേക്കും. മുഖത്ത് വെച്ചിട്ട് ചെറിയൊരു സ്ക്രബിങ് എഫക്റ്റും കൂടി ഇതിൽ കിട്ടുന്നുണ്ട്. നമ്മൾ ഇതിൽ ചേർത്തേക്കുന്ന പൗഡറുകൾ, പൊടികൾ നാച്ചുറൽ ആയിട്ടുള്ള ആയുർവേദ വേരിന്റെയും ഇലയുടെയും എല്ലാം മിശ്രിതമാണിത്. അപ്പൊ അങ്ങനെ അതുകൊണ്ട് ഇത് സ്ക്രബ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് മുഖത്തെ ഡേർട്ട് എല്ലാം പോയി. അപ്പൊ തന്നെ അറിയാം എന്ത് വൃത്തിയായി. നമ്മളൊരു സോപ്പിട്ട് ഫേസ് വാഷ് ഇട്ട് കഴുകുന്നേക്കാളും വൃത്തിയായിട്ട് നമുക്കൊരു സ്ക്രബിങ് എഫക്റ്റും കൂടി ഉള്ളത്. ഒന്നിച്ച് വരച്ച് തേക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് അങ്ങ് കഴുകിക്കളയും അപ്പൊ തന്നെ. അപ്പൊ അത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഡെയിലി നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ മാറിപ്പോയിക്കോളും. അതും ഒരു കാരണമായിരിക്കും നമുക്ക് മുഖത്തിന്റെ ചേഞ്ച് വരാന്. പിന്നെ ഇതിലെല്ലാം ഉപരി ഞാൻ മുഖത്തിടുന്ന ആകെ 2 ഫേസ് പാക്കേ ഉള്ളൂ. ഒന്ന് നമ്മുടെ കസ്തൂരി മഞ്ഞൾ, പ്യുവർ കസ്തൂരി മഞ്ഞൾ. ഒന്ന് നമ്മുടെ ആയുർവേദ മരുന്നുകളും കസ്തൂരി മഞ്ഞളും കൂടി ചേർത്ത രക്തശാലി ഫേസ് പാക്ക്. ഇത് കുറെ പേർക്ക് ഡൗട്ടാണ് ഇത് എന്താന്നുള്ളത്. റെഡ് റൈസ് ആണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയന്റ്. റെഡ് റൈസ് എന്ന് പറയുന്നത് പെർ kg 600 രൂപയൊക്കെ ഉള്ള ഒരു സ്പെഷ്യൽ റൈസ് ആണ്. അത് ബ്യൂട്ടിപരമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം, എഡിബിളുമാണ്, കഴിക്കാനും വേണ്ടി ഉപയോഗിക്കാം. ഒത്തിരി പ്രോട്ടീൻ ഒക്കെ ഉള്ളതുകൊണ്ട് ഒത്തിരി അങ്ങനെ വാരി വലിച്ച് കഴിക്കാൻ പറ്റത്തില്ല, എന്നാലും ഭയങ്കര ഗുണങ്ങളുള്ള സാധനമാണ്. അത് ഭയങ്കര വില കൂടിയ സാധനമാണ്. വളരെ റയറായിട്ട് കർഷകർ കൃഷി ചെയ്തെടുത്തിട്ട് വിപണിയിൽ ഭയങ്കര റേറ്റിന് വിൽക്കുന്ന ഒരു സാധനമാണ് റെഡ് റൈസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അറിയാം. റെഡ് റൈസിന്റെ തന്നെ പല വകഭേദങ്ങളുണ്ട്. അതിൽ ഒരു ക്ലാസിക് ടൈപ്പ് ഉണ്ട്. ആ ഒരു റെഡ് റൈസ് ആണ് നമ്മൾ മേടിക്കുന്നത്. അപ്പം ഇതൊക്കെ നമ്മൾ ഹൈദരാബാദിൽ നിന്നൊക്കെ മേടിക്കുന്ന റെഡ് റൈസ് ഒക്കെ. അപ്പം ഈ റെഡ് റൈസ് അതിൽ ആയുർവേദ മരുന്നുകളും അതിൽ കസ്തൂരി മഞ്ഞളും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒത്തിരി സാധനങ്ങൾ, മഞ്ചിഷ്ടം മുതൽ കുറേ സാധനങ്ങൾ ചേർത്തിട്ട് നമ്മൾ റെഡിയാക്കുന്ന സാധനമാണ് ഈ നമ്മുടെ രക്തശാലി ഫേസ് പാക്ക് എന്ന് പറയുന്നത്. അപ്പൊ തട്ടിപ്പൊളിയാണ് ഇത്. നമ്മൾ മുഖത്തിട്ട് കഴിഞ്ഞാൽ ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ ആണ്. ഇട്ട് ഒരു 10 മിനിറ്റ് അല്ലെ 15 മിനിറ്റ് വെച്ചിട്ട് കഴുകി കളയുക, പച്ചവെള്ളത്തിൽ കഴുകി കളയുക. അപ്പൊ തന്നെ നമ്മുടെ മുഖത്തിന് അത്രേ ഒരു ഗ്ലോ കൂടും. അത്ര ആയുർവേദ മരുന്നുകളും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ഇത് ഞാൻ മാറി മാറി ഉപയോഗിക്കും ഡെയിലി. ഇതും ഇട്ടു എന്നോർത്ത് കുഴപ്പമൊന്നുമില്ല, എന്നാലും നമ്മുടെ മുഖത്തിനെ ഒത്തിരി അങ്ങ് ഉപദ്രവിക്കണ്ടല്ലോ, സ്കിന്നിനെ. അങ്ങനെയാണ്. അപ്പം ഒരു ദിവസം ഇതാണെങ്കിൽ ഒരു ദിവസം ഇത്. ചില ദിവസങ്ങൾ ഞാൻ മറന്നു പോകും, എന്നാലും മോസ്റ്റ്ലി ഞാൻ ഇത് ഇടാറുണ്ട് മാറി മാറി. അങ്ങനെ ജോലികൾ ചെയ്തുകൊണ്ട് നടക്കും. ഇപ്പൊ രാവിലെ തിരക്കും കാര്യങ്ങളും കഴിയുമ്പോൾ ഞാൻ വേഗം ഓൾറെഡി പൊട്ടിച്ച് നമ്മൾ തൈരൊക്കെ മേടിക്കുന്ന ഡപ്പയിൽ ഓൾറെഡി ആക്കി വെച്ചിട്ടുണ്ട്. പുറമേ തന്നെ വെച്ചാൽ മതി. പൂത്തുപോരി നല്ല ടൈറ്റ് ആയിട്ട് അങ്ങ് വെച്ചേക്കുക. എന്നിട്ട് അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് പാലുണ്ടാവും, അല്ലെങ്കിൽ പാൽപ്പൊടി ഉണ്ടാവും. ഇനി ഒന്നുമില്ലെങ്കിൽ ചൂടുവെള്ളത്തിലേക്ക് മിക്സ് ചെയ്തിട്ട് ഇച്ചിരി തണുത്ത് കഴിയുമ്പോൾ മുഖത്തിടുക. ഈ ബ്രഷ് ഉപയോഗിക്കും ഞാൻ. അതായത് നമ്മുടെ ഈ പിള്ളേരൊക്കെ പടം വരയ്ക്കുന്ന പെയിന്റ് ചെയ്യുന്ന ബ്രഷ് ഇല്ലേ, അങ്ങനത്തെ ചെറിയ ബ്രഷ് മേടിച്ചു വെക്കുക. അതുകൊണ്ട് തോണ്ടി തേക്കാം. എന്നിട്ട് നിറച്ച് തേച്ച് വെച്ചേക്കുക. കണ്ണിന്റെ താഴെയൊക്കെ തേക്കും. എന്നിട്ട് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കഴിയുമ്പോൾ ഡ്രൈ ആയി കഴിയുമ്പോൾ ഒന്നോടെ ഇങ്ങനെ നനച്ചു കൊടുക്കും, വെള്ളത്തിൽ മുക്കിയിട്ട് ഇങ്ങനെ നനച്ചു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 10 മിനിറ്റോടെ വെച്ചിട്ട് അങ്ങ് കഴുകിക്കളയും. എന്നാലും ഒരു 10-15 മിനിറ്റ് ടോട്ടൽ വെച്ചാൽ മതി, കഴുകിക്കളയും. അപ്പോ ഈ കസ്തൂരി മഞ്ഞൾ ഒറിജിനലാണ്. ഈ ആയുർവേദ മരുന്നുകൾ ധാരാളം ചേർത്തിട്ടുള്ള റെഡ് റൈസ് മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള നമ്മുടെ രക്തശാലി ഫേസ് പാക്ക്, രക്തശാലി റൈസ് എന്നാണ് പറയുന്നത്. അതാണ് റെഡ് റൈസ്. അപ്പൊ ഈ രക്തശാലിയുടെ ഈ ഫേസ് പാക്ക് അടിപൊളിയാണ്, നമ്മുടെ മുഖത്തിന് ഭയങ്കര നല്ലതാണ്. എല്ലാവരും മേടിക്കാറുണ്ട്. മേടിക്കുന്ന എല്ലാവർക്കും അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. അപ്പൊ ഈ 2 സാധനം മാത്രമാണ് ഞാൻ മുഖത്ത് തേക്കുന്നത്. പിന്നെ വല്ലപ്പോഴും ഹണി തേക്കും. ഹണി എപ്പോഴും തേക്കാൻ പാടില്ല മുഖത്തിന്. ഹണിയിൽ ഭയങ്കര വൈറ്റമിൻ എ ഉണ്ട്. വൈറ്റമിൻ എ നമ്മുടെ സ്കിന്നിനെ കുറച്ച് തിക്കാക്കുന്ന സാധനമാണ് ബയോളജിക്കലി നോക്കുകയാണെങ്കിൽ. അങ്ങനെ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും തേനൊക്കെ തേക്കുന്നവരുണ്ട്, അങ്ങനെ തേക്കരുത്. അപ്പൊ ഇരുണ്ട് പോകും നമ്മുടെ മുഖം. പിന്നെ ഇങ്ങനെ ഒരുമാതിരി കീലോയിഡ് എന്ന് പറയുന്നത് അങ്ങനെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഇങ്ങനെ ഒരേ ഇത് എന്താ പറയാ കട്ടി പിടിച്ച പോലെ ആയി പോകും. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യേണ്ട. വല്ലപ്പോഴും തേക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഒരു ആഴ്ചയിൽ ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ ഒരു മാസത്തിലോ 1-2 പ്രാവശ്യമോ ഒക്കെ തേൻ മുഖത്ത് തേക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമൊന്നുമില്ല. എല്ലാ ഇൻഗ്രീഡിയൻസിലും തേൻ ആഡ് ചെയ്തിട്ട് നമ്മൾ മുഖത്ത് തേക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ ചെയ്യരുത്. അപ്പൊ വല്ലപ്പോഴും ഞാൻ തേൻ തേക്കും. അതാണ് ഒരു എക്സ്ട്രാ ആകെ ചെയ്യുന്ന കാര്യങ്ങൾ. അങ്ങനെയാണ്. പണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഒത്തിരി സാധനങ്ങൾ, ബീട്രൂട്ട് ഒരു അരച്ച് ചേർക്കുക, ക്യാരറ്റ് അരച്ച് തേക്കുക, വെള്ളരി അരച്ചൊക്കെ, പപ്പായ അരച്ചൊക്കെ എല്ലാം ഉണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിലൊന്നും ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. എന്നുവെച്ചാൽ ബെസ്റ്റ് ആയിട്ട് 2 സാധനം നമ്മുടെ അടുത്തുണ്ട്. അപ്പൊ അതങ്ങ് യൂസ് ചെയ്താൽ മതി. ഇപ്പൊ ഒരു 2-3 വർഷമായിട്ട് ഞാൻ ഇത് തന്നെയാണ് ശരണം. അതുകൊണ്ട് ഒരു കുഴപ്പം എനിക്ക് തോന്നില്ല. മുഖക്കുരു വരാറില്ല, നല്ല ക്ലിയർ ആയിട്ടിരിക്കും മുഖം, ഡെഡ് സ്കിൻ ഒന്നും ഇല്ലാതെ ഫ്രഷ് ആയിട്ടിരിക്കും. അങ്ങനെ എല്ലാം കൊണ്ടും അങ്ങനെ. അപ്പം സത്യം പറയല്ല, ഞാൻ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യാറില്ല, ഒന്നും ചെയ്യാറില്ല. ബോട്ടോക്സ് ചെയ്യാറുണ്ടോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്.
അപ്പൊ നമുക്ക് ഇന്ന് ഇത്രയും ഓർഡർ വന്നിട്ടുണ്ട്. അപ്പൊ ഇത് മൊത്തം നമുക്ക് ഇന്ന് അയക്കാൻ പറ്റത്തില്ല. ഒരു 100 വരെ, ഒരു 70-75 എന്നൊക്കെയാണ് അവരെന്നോട് എപ്പോഴും പറയുന്നത്. എന്നാലും ഞാനൊരു 100 വരെയൊക്കെ കൂടുതലുള്ള ദിവസങ്ങളിൽ ഞാൻ അയക്കും. അപ്പൊ നമ്മൾ വീഡിയോ ഇടുമ്പോൾ നമുക്ക് ഒത്തിരി ഓർഡർ കൂടുതൽ വരുമല്ലോ. അപ്പൊ അങ്ങനെ അപ്പൊ ഇതിന് ഞാനൊരു 100 ആദ്യത്തെ നോക്കിയിട്ട് അത് വെബ്സൈറ്റിലേയും കൂടി അവൻ എനിക്ക് എടുത്തുകൊണ്ട് തന്നാണ്. അപ്പൊ അതിന് ആദ്യം ഓർഡർ തന്ന ഡേറ്റ് നോക്കിയിട്ട് ഞാൻ 100 ഇന്ന് ഇപ്പൊ പാക്ക് ചെയ്യും നമ്മള്. അങ്ങനെയൊക്കെ ബാക്കി നാളത്തേന് ഞാൻ മാറ്റി വെക്കും. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ കൊടുത്തിട്ട് കാര്യമില്ല, അവർ അയക്കത്തില്ല, അവർ ബില്ലും തരത്തില്ല. അങ്ങനെയാണ്. അപ്പൊ ഒരേ ദിവസം ഒരു 100 അതേ കൂടുതൽ അവരെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അങ്ങനെയാണ്. അപ്പൊ ഞാൻ ഇനി ഇത് വേഗം നോട്ട് ബുക്കിലേക്ക് എഴുതിയിട്ട് നമുക്കിത് വേഗം പാക്ക് ചെയ്യാൻ തുടങ്ങാം. അങ്ങനെയാണ്. നൈറ്റികൾ മുഴുവൻ, ഫ്രോക്ക് നൈറ്റീസ് മുഴുവൻ ഞാൻ മടക്കി വെച്ച് കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു ടെൻഷനുണ്ട് എനിക്ക്. അത് കുറേ ജോലി അങ്ങനെ കിടപ്പുണ്ട്. അങ്ങനെയൊക്കെയാണ്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കിടപ്പുണ്ട്. ഡോഗ്സിനാണെങ്കിൽ ഫുഡ് ഓൾറെഡി ചിക്കൻ, അവർക്ക് എന്തായാലും ചിക്കൻ ഇല്ലാതെ അവർ കഴിക്കത്തില്ല. ബീഫ് ഭയങ്കര വിലയല്ലേ. അപ്പൊ നമ്മൾ ചിക്കനാണ്, പാർട്സ് ആണ് അധികം മേടിക്കാം. അപ്പം അത് ഓൾറെഡി തീർന്നിരിക്കും. അപ്പൊ ഞാനിപ്പോ മുട്ട ബോയിൽ ചെയ്യാൻ വെച്ചേക്കാണ്. ഇനി അത് കൊടുക്കാൻ രാവിലെ. അത് അത്ര കഴിക്കത്തില്ല. സ്നാക്കായിട്ട് മാത്രമേ അവർ മുട്ട കഴിക്കത്തുള്ളൂ. ഭയങ്കര ഡിമാൻഡാണ്. ഡിയോണ് കുഴപ്പമില്ല, പക്ഷെ അയറ ഭയങ്കര ഡിമാൻഡാണ്. അങ്ങനെ സ്പെഷ്യൽ ഫുഡ് ഇല്ലാതെ കഴിക്കത്തേയില്ല. അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇനിയിപ്പോ അതെല്ലാം മേടിക്കാൻ പോകണം. അതൊക്കെ ഒരു പ്രശ്നമാണ്. അപ്പൊ വേഗം നമുക്ക് പാക്ക് ചെയ്തിട്ട് ഞങ്ങൾ കൊണ്ട് കൊടുക്കാൻ നിൽക്കത്തില്ല, ബെന്നിച്ചേട്ടൻ്റെ അടുത്ത് ഏൽപ്പിച്ചു വിടും. എന്നിട്ട് നമ്മൾ നേരെ ഇവിടെ മീനങ്ങാടി എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അവിടുന്ന് ഞാൻ പാർട്സ് ഒക്കെ മേടിക്കുന്നത്. അവരെനിക്കത് വെച്ചേക്കും. അപ്പൊ അവരെ വിളിച്ചു പറഞ്ഞിട്ട് നേരെ അതൊക്കെ മേടിക്കാൻ പോകണം. ഏലിയാമ്മ ജേക്കബ് എന്ന് പറയുന്ന നമ്മുടെ സബ്സ്ക്രൈബർ ചേച്ചി മേടിച്ചിരിക്കുന്ന കോട്ടയത്ത് നിന്നുള്ള ചേച്ചിയാണ്. എൻ്റെ അടുത്ത് നിന്ന് എപ്പോഴും പ്രൊഡക്റ്റുകൾ മേടിക്കുന്നതാണ് കേട്ടോ. ചേച്ചി മേടിച്ചിരിക്കുന്ന ഈ പ്രാവശ്യം മില്ലറ്റ് 1 kg, ഗരം മസാല, അതുപോലെ കോഫി ക്യൂബ്സ് ഉണ്ട്, കറിമഞ്ഞളുണ്ട്, ലിബാം 4 ലിപ്സ്റ്റിക് 5 മേടിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ നമുക്ക് നമ്മൾ കോഫി ക്യൂബ്സ്, അതായത് ആയുർവേദ മരുന്നുകൾ ചേർത്തിട്ട് പനയുടെ ശർക്കരയിൽ റെഡിയാക്കി എടുക്കുന്ന കോഫി ക്യൂബ്സ് ആണിത്. തിപ്പിലി, കരിഞ്ചീരകം, ചുക്ക്, ഏലക്ക, കുരുമുളക്, ജീരകം, അങ്ങനെ എല്ലാ കുറേ ആയുർവേദ മരുന്നുകൾ ചേർത്തിട്ട് പനയുടെ ശർക്കര, പനയുടെ കൽക്കണ്ടം എന്ന് പറയില്ലേ, അതില് പിന്നെ വളരെ കുറവ് അളവില് കോഫി പൗഡറും ചേർത്തിട്ട് റെഡിയാക്കി എടുത്തിരിക്കുന്ന ഒരു ആയുർവേദ കോഫി ക്യൂബ്സ് ആണിത്. അപ്പം ഇതിനകത്തേക്ക് വന്ന് നമ്മൾ മധുരം ചേർക്കണ്ട, വേറെ ഒന്നും ചേർക്കണ്ട, കാപ്പിപ്പൊടി ഒന്നും ചേർക്കണ്ട. അപ്പം എല്ലാം ഉണ്ട്. അപ്പൊ ഒരു ക്യൂബ്സ് ഇതിൽ നിന്ന് എടുത്തിട്ട് 2 ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നമുക്ക് തിളപ്പിക്കാൻ വെക്കുക. തിളച്ച് കഴിയുമ്പോൾ നമ്മൾ അത് അരിച്ചു പോലും കളയണ്ട. കാരണം അതിനകത്ത് പുറമേ അങ്ങനെ കിടക്കുന്നതെല്ലാം നമ്മുടെ ഇഞ്ചിയും ചുക്കും കുരുമുളകും തിപ്പലിയും കരിഞ്ചീരകവും അങ്ങനെ എല്ലാ സാധനം ആയുർവേദ മരുന്നുകളായിരിക്കും. അപ്പൊ അതേപടി തന്നെ നമുക്ക് ഊറ്റിയെടുത്തിട്ട് കുറച്ച് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് കുടിക്കാം. കാപ്പി കുടിക്കുമ്പോൾ കുടിക്കാം. അപ്പൊ ഇത് പനി ജലദോഷം വരുമ്പോൾ മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയല്ല, നമ്മുടെ ഇമ്മ്യൂണിറ്റി ഒക്കെ കൂടാനും എല്ലാത്തിനും വയറിന്റെ കംഫർട്ടിനും ഒക്കെ നമുക്ക് ഇത് എല്ലാ ദിവസവും കഴിക്കാം. പ്രഗ്നന്റ് ആയിട്ടുള്ളവർ കഴിക്കണ്ട, കാരണം ഇതിനകത്ത് കരിഞ്ചീരകം ചേർത്തിട്ടുണ്ട്. കരിഞ്ചീരകം കുറച്ച് കൺട്രാക്ഷൻ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഘടകം കൂടിയാണ്. അപ്പം ആ തരത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന നമ്മുടെ കോഫി ക്യൂബ്സിന് ഒത്തിരി ആരാധകരുണ്ട്. ഒത്തിരി നമുക്ക് സെയിൽ പോകുന്ന പ്രോഡക്റ്റ് ആണിത്. ഇപ്പൊ ഈ മഴക്കാലമൊക്കെയാണ്, നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആണ് ഈ ഒരു ടൈം. അപ്പൊ മേടിച്ചോളൂ. അപ്പൊ നമ്മുടെ അടുത്തുനിന്ന് പുറമേക്ക് നമുക്കിപ്പം കൊറിയർ അയക്കാറുണ്ട്, ഇന്ത്യക്ക് പുറത്തേക്ക്. അപ്പൊ ഒത്തിരി കൂടിയ അളവില് 6 കിലോ 7 കിലോ അങ്ങനെ ആ ഒരു രീതിയിലൊക്കെ ഒത്തിരി പേര് കാനഡ, UK അങ്ങനെയൊക്കെ അവിടേക്കൊക്കെ പിന്നെ ഈ പ്രൊഡക്റ്റുകൾ മേടിക്കാറുണ്ട്. ആ കൂടെ നമ്മുടെ ഫ്രോക്ക് നൈറ്റീസും അങ്ങനെയൊക്കെ അയക്കാറുണ്ട്. അപ്പം ബാക്കിയുള്ളവരും നമ്മുടെ നാട്ടിലുള്ളവർ മേടിക്കുമ്പോൾ എപ്പോഴും 1 കിലോ 2 കിലോ അങ്ങനെയൊക്കെ ആയിട്ട് 3 കിലോ ഒക്കെ ആയിട്ട് ഒന്നിച്ച് മേടിക്കാറുണ്ട്. അപ്പൊ ആവശ്യമുള്ളവർ അത്. പിന്നെ നമ്മുടെ ചേച്ചി ആവശ്യപ്പെട്ടിരിക്കുന്നത് കറിമഞ്ഞളാണ്. കറിമഞ്ഞൾ നിങ്ങൾക്കറിയാലോ, പുറമേ കിട്ടുന്നത് ഒത്തിരി വീഡിയോസ് കിടപ്പുണ്ട്. അതിന്റെ യൂട്യൂബിൽ നോക്കിയാൽ അറിയാം. ഈ കുർക്കുമിൻ എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട് മഞ്ഞളിൽ. അതാണ് നമുക്ക് ഹെൽത്ത് ബെനിഫിറ്റ് എല്ലാം കൊണ്ടുവരുന്നത്. അപ്പൊ ഈ കുർക്കുമിൻ ഒത്തിരി മെഡിസിനൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ കമ്പനിക്കാരൊക്കെ ഇതിൽ നിന്ന് കുർക്കുമിൻ കംപ്ലീറ്റ് റിമൂവ് ചെയ്തിട്ട് അത് കഴിച്ചയക്കും ഒത്തിരി വിലയ്ക്ക്. ബാക്കിയുള്ള ചണ്ടി ഉണ്ടല്ലോ, കുർക്കുമിൻ റിമൂവ് ചെയ്ത ആ ഒരു പൊടി, അത് പെർ kg 1 രൂപയ്ക്കൊക്കെ കിട്ടുമെന്നാ പറയുന്നത്. അപ്പൊ ആ പൊടിയിലേക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഭയങ്കര കെമിക്കൽ ആയിട്ടുള്ള കളറും മണവും മഞ്ഞളിന്റെ കൊടുത്തിട്ട്, അത് രണ്ടും നമ്മുടെ ഹെൽത്തിന് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള സംഗതിയാണ്. ഒത്തിരി വീഡിയോസ് യൂട്യൂബിൽ കിടപ്പുണ്ട്, ഡോക്ടേഴ്സിന്റെ ടോക്കും കിടപ്പുണ്ട്. അപ്പം അങ്ങനത്തെ ഘടകങ്ങൾ ചേർത്തിട്ടാണ് ഈ പുറമേ വിപണികളിൽ മിക്കപ്പോഴും കറി മഞ്ഞൾ എന്ന് പറഞ്ഞിട്ട് വളരെ വില കുറവിൽ കിട്ടുന്ന സാധനം. അപ്പം അത് മേടിച്ചുപയോഗിച്ചാൽ ഗുണത്തേക്കാളേറെ നമ്മുടെ ഹെൽത്തിന് ദോഷമാണ് ചെയ്യുക. അപ്പൊ നമ്മളിത് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വയനാട്ടിൽ ഇഷ്ടം പോലെ കർഷകരുണ്ട് മഞ്ഞൾ നടുന്ന. അവരിൽ നിന്ന് ഡയറക്റ്റ് നമ്മളിത് ശേഖരിച്ചിട്ട് ഇത് നന്നായിട്ട് ഇവിടെയിട്ട് കഴുകി ഉണങ്ങി എടുത്തിട്ട് നമുക്ക് തന്നെ മില്ലുണ്ട്, അവിടെ കൊണ്ടുപോയി പൊടിച്ചിട്ട് ഞാൻ തന്നെ ഇവിടെ പാക്ക് ചെയ്യുന്നതാണ്. അപ്പൊ ഇതിൽ 100% കുർക്കുമിൻ അടങ്ങിയിട്ടുള്ള മഞ്ഞളാണിത്. വയനാടൻ മഞ്ഞളുമാണ്. വയനാടനും പിന്നെ പാലക്കാടൻ മഞ്ഞളുമാണ് ഏറ്റവും കുർക്കുമിനുള്ള മഞ്ഞൾ എന്നാ പറയുന്നത്. അപ്പം
ആ തരത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ 100% ജെനുവിൻ ആയിട്ടുള്ള ഒറിജിനൽ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മുടെ എല്ലാ പ്രൊഡക്റ്റുകളും. അങ്ങനെയാണ് നമ്മുടെ കറിമഞ്ഞൾ. അതുകൊണ്ട് നമ്മളുടെ അടുത്ത് നിന്ന് ഒത്തിരി കറിമഞ്ഞൾ എല്ലാവരും മേടിക്കാറുണ്ട്. പിന്നെ അടുത്ത നമ്മുടെ ഗരം മസാലയാണ് ചേച്ചി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഗരം മസാല എന്ന് പറയുമ്പോൾ എല്ലാ നോൺ വെജിനും, മീൻ ഒഴിച്ച് ബാക്കി എല്ലാ നോൺ വെജിനും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഇതാണ്. നമ്മുടെ വയനാട്ടിൽ നിന്ന് തന്നെ ഞാൻ ഇതിന്റെ ഖരപദാർത്ഥങ്ങളെല്ലാം ശേഖരിച്ചിട്ട് നമ്മളിവിടെ കഴുകിയിട്ട് നന്നായിട്ട് കഴുകണം. അത് കഴുകിയിട്ട് ഉണങ്ങും നമ്മൾ പനമ്പിലും അതുപോലെ തന്നെ പിന്നെ ചൂരലിന്റെ ഒക്കെ മുറം ഉണ്ടാവും, അതിനകത്തൊക്കെ ഇട്ടിട്ട് ഓടേന്റെ ഒക്കെ മുറം ഉണ്ട്, അതിനകത്ത് ഇട്ടിട്ട് ഞാൻ എല്ലാം ഉണങ്ങിയെടുക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് ഒരു 3 ദിവസമൊക്കെ ഡ്രൈ ആക്കിയിട്ട് കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ മില്ലിൽ തന്നെ കൊണ്ടുപോയിട്ട് പൊടിച്ചെടുക്കുകയാണ്. പൊടിച്ചെടുത്തിട്ട് നമ്മളിവിടെ പാക്ക് ചെയ്യാണ് ചൂടാറി കഴിയുമ്പോൾ. അപ്പൊ ഇതിനകത്ത് ഞാൻ എല്ലാം ചേർത്തിട്ടുണ്ട്, ഒത്തിരി നല്ല ഘടകങ്ങൾ, ഒന്നിലും പിശിക്കില്ലാതെ ഏറ്റവും നന്നായിട്ടാണ് ഞാനിത് റെഡിയാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റ് ആണ്. ഇതിൽ ഞാൻ മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇപ്പം അതുപോലെ എക്സ്ട്രാ ചേർക്കാൻ നമുക്ക് ഗരം മസാല അതിന്റെ ഒരു ഗുണവും കൂടി നമുക്ക് കിട്ടുന്നുണ്ട് കറികൾക്കൊക്കെ. അപ്പൊ ആ ഒരു കൊഴുപ്പും രുചിയും എല്ലാം ചേരുന്ന വിധത്തിൽ അടിപൊളിയായിട്ട് ഗരം മസാല നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത് എല്ലാ നോൺ വെജ് കറികൾക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് നമുക്ക് ഒത്തിരി സെയിൽ പോകുന്നതായിട്ട് എല്ലാവരും മേടിക്കുന്നുണ്ട്. മേടിച്ചവർ പിന്നെയും നമുക്ക് എന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബിൽ വീഡിയോസ് അധികം ഓടുന്നില്ല, പക്ഷെ നമുക്ക് പ്രൊഡക്റ്റ് മുഴുവൻ സെയിൽ ആകുന്നത് ഒരാൾ മേടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവരുടെ റിലേറ്റീവ്സിനോടും അവരുടെ ഫ്രണ്ട്സിനോട് പറയും, നല്ല കുറച്ച് പ്രൊഡക്റ്റ് ഉണ്ട്, എന്റെ നമ്പറും കൊടുക്കും. അങ്ങനെയാണ് എനിക്ക് വാട്സപ്പിൽ കൂടെയാണ് എന്റെ ബിസിനസ് മുഴുവൻ നടക്കുന്നത്. അങ്ങനെയാണ് എല്ലാവരും മേടിക്കുന്നത്. പിന്നെ നമ്മുടെ ലിബാം ലിപ്സ്റ്റിക് അറിയാലോ, നാച്ചുറൽ ആയിട്ടുള്ള വിവാക്സ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നതാണ്, അടിപൊളിയാണ്. ഇപ്പൊ ഞാൻ ഇട്ടേക്കുന്നത് നമ്മുടെ തന്നെ ലിപ്സ്റ്റിക് ആണ്, അതായത് എഡിബിൾ കളറും വിവാക്സ് നിങ്ങൾക്ക് അറിയാലോ, നാച്ചുറൽ ആയിട്ടുള്ള തേനീച്ചയുടെ ആറ് അത് ശുദ്ധീകരിച്ചെടുക്കുന്നതാണ്. അത് ഭയങ്കര നല്ലതാണ് നമ്മുടെ സ്കിന്നിനും അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്തിനും. അപ്പൊ അത് ഒട്ടും കെമിക്കൽ ചേർക്കാൻ നമ്മൾ റെഡിയാക്കുന്നതുകൊണ്ട് സേഫ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ബോഡി മോയ്സ്ചറും ഇതുപോലെ വിവാക്സിന്റെ ലിപ്സ്റ്റിക്കും ലിബാമും ഒക്കെ നമുക്കുണ്ട്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. ഇപ്പൊ ചേച്ചിയുടെ പ്രൊഡക്റ്റുകളെല്ലാം പാക്ക് ചെയ്യട്ടെ. എന്നിട്ട് നമുക്കിവിടെ പല വലുപ്പത്തിലുള്ള കാർട്ടൂണുകളുണ്ട്, 4 ടൈപ്പ് കാർട്ടൂണുകളുണ്ട്. അത് ഞാൻ ഇവിടെ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഇത്തരം പ്രൊഡക്റ്റ് പാക്ക് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ കാർട്ടൂൺ എടുത്തിട്ട് ഇതെല്ലാം പാക്ക് ചെയ്തിട്ട് നമുക്ക് നേരെ അയക്കണം. കണ്ടല്ലോ, ഇതുപോലെയാണ് ഞാൻ ഒരേ ദിവസം 100 പ്രൊഡക്റ്റ് വരെ നമ്മൾ ഇതുപോലെ പാക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതിന് ഇച്ചിരി സമയം എടുക്കും. സമാധാനത്തോടെ എല്ലാം വൃത്തിയായിട്ട് നീറ്റായിട്ട് നമ്മൾ ചെയ്യണം. അപ്പൊ ഇതിന് സമയം എടുക്കും. അതുകൊണ്ടാണ് ഞാൻ രാവിലെ നേരത്തെ എണീറ്റ് എന്റെ കിച്ചൺ ജോലികളെല്ലാം തീർത്തിട്ട് ഞാൻ ഈ പാക്കിങ്ങിലേക്ക് വരുന്നത്. അപ്പൊ ഞാൻ ഇനി ചടുപടോന്നെല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ. പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒട്ടും സമയം കളയാതെ ഞാൻ പെട്ടെന്ന് തന്നെ ഇതെല്ലാം ഗേറ്റിന്റെ അടുത്ത് കൊണ്ടുവെക്കും. ഇത് രാവിലെ എനിക്ക് നല്ലൊരു എക്സസൈസ് ആണ് കേട്ടോ. അപ്പം പെട്ടെന്ന് തന്നെ ഓട്ടോച്ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു വിടും. രാവിലെ തന്നെ അവിടെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ നമുക്കിനി 2 ഏത്തപ്പഴം ഒക്കെ കഴിച്ചിട്ട് ഇപ്പൊ ഒരു 11:30 ആയിട്ടോ, അത്ര സമയം ആവും ഞാൻ രാവിലെ പോലെ തുടങ്ങിയാലും പാക്ക് ചെയ്ത് കഴിയുമ്പോൾ. അപ്പൊ ഇനിയിപ്പോ 2 ഏത്തപ്പഴം ഒക്കെ കൂട്ടി കഴിച്ചിട്ട് ഞാൻ എല്ലാ ദിവസവും ഏത്തപ്പഴം കഴിക്കും കേട്ടോ. ഒരെണ്ണം അല്ലെങ്കിൽ 2 എണ്ണം ചിലപ്പോ കേട്ടോ. 2 എണ്ണം കഴിച്ച് തടിയൊക്കെ വെക്കും, എന്നാലും വിശക്കും, അങ്ങനെയാണ്. അപ്പം പിന്നെ ഏത്തപ്പഴം കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തലവേദന മൈഗ്രെയിൻ ഒക്കെ ഉള്ളവർക്ക് കുറച്ച് കുറഞ്ഞു കിട്ടും. പിന്നെ പൊട്ടാസ്യത്തിന്റെ നല്ല സോഴ്സാണ്. അപ്പൊ നമുക്ക് നല്ലതാണ്, ഹാർട്ടിനും ഹെൽത്തിനും ഒക്കെ നല്ലതാണ് ഏത്തപ്പഴം ഒരെണ്ണെങ്കിലും ഒരു ദിവസം കഴിക്കുന്നത്. അപ്പൊ അത് കഴിക്കും. എന്നിട്ട് നമുക്ക് നേരെ ഇനി ഡോഗ്സിന്റെ ഒക്കെ ഫുഡെല്ലാം മേടിക്കണം. അതിനിടയ്ക്ക് ഞാൻ കുറച്ച് ജോലികളൊക്കെ ഓടി ഒന്ന് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവർക്കൊക്കെ ഫുഡൊക്കെ കൊടുത്തു, ഡോഗ്സിനൊക്കെ, അങ്ങനെയൊക്കെ കുറെ ജോലികൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി നമുക്ക് നേരെ ബാക്കി ഷോപ്പിങ്ങിന് പോകാം. ഇത്രയും ജോലികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഭയങ്കര സമാധാനമാണ്. രാവിലത്തെ കൊറിയറിന്റെ പാക്കിങ് കഴിഞ്ഞാൽ തന്നെ ഭയങ്കര സമാധാനം. പിന്നെ ബാക്കിയുള്ള ജോലികളൊക്കെ നമുക്ക് എങ്ങനെയും ചെയ്തു തീർക്കാവുന്നതേ ഉള്ളൂ. ഇതാണ് എന്റെ ടെൻഷൻ. രാവിലെ എണീറ്റിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ആദ്യം കൊറിയർ പാക്ക് ചെയ്ത് കൊടുത്തു വിടുക എന്നുള്ളത്. അത് മഴയുള്ളപ്പോൾ ഞാൻ ഇവിടെ വരാന്തേ വെക്കും, ചേട്ടൻ ഇങ്ങോട്ട് വന്നെടുക്കും. ഇല്ലെങ്കിൽ നമ്മൾ മഴയില്ല, ഇന്ന് മഴയില്ല, വെയിലുണ്ട്. അപ്പൊ നമ്മൾ സ്റ്റെപ്പിന്റെ അടുത്ത്, ചെറിയ ഗേറ്റിന്റെ അടുത്ത് സ്റ്റെപ്പിന്റെ അടുത്ത് കൊണ്ട് വെച്ചാൽ കൊണ്ട് കൊടുത്തോളും. അങ്ങനെ പോസ്റ്റ് ഓഫീസിലും കൊടുക്കാനുണ്ട്, അല്ലാതെയും കൊടുക്കാനുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഷോപ്പിങ്ങിന് പോകാം സമാധാനമായിട്ട്. പോയിട്ട് വന്നിട്ട് ഇനി ലഞ്ച് ഞങ്ങൾ പുറമേ നിന്ന് കഴിക്കും. വന്നു കഴിഞ്ഞിട്ട് ഇനി ഡിന്നർ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതിയല്ലോ. പിന്നെ വന്നു കഴിഞ്ഞിട്ട് ബാക്കി എല്ലാം നാളത്തേനുള്ള കൊറിയറിനുള്ള സ്ലിപ്പെല്ലാം നോക്കണം, എടുക്കണം, എഴുതണം, അങ്ങനത്തെ എല്ലാം. പിന്നെ ഒത്തിരി മെസ്സേജ് രാവിലെ ഞാൻ റിപ്ലൈ കൊടുത്തിരുന്നു. ഇനി വന്നിട്ട് ബാക്കിയുള്ള മെസ്സേജ് എല്ലാം നോക്കണം. പിന്നെ ഓൺ ദ വേയിലൊക്കെ ഞാൻ വണ്ടിയിലിരിക്കുമ്പോൾ നിങ്ങളുടെ റിപ്ലൈ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും, ഓർഡറൊക്കെ എടുത്തോണ്ടിരിക്കും. അങ്ങനെ പിന്നെ വന്നിട്ട് നമുക്ക് ഫ്രോക്ക് നൈറ്റീസ് എല്ലാം മടക്കി വെക്കാനുണ്ട്. അപ്പൊ അങ്ങനെ കുറേ ജോലികളിൽ വന്നിട്ട് ചെയ്യാനുണ്ട്. അങ്ങനെയാണ്. അപ്പൊ നമുക്ക് വേഗം പോയിട്ട് മഴയ്ക്ക് മുമ്പ് ഉച്ചകഴിഞ്ഞാൽ മഴ പെയ്യുന്നൊരു സംശയമുണ്ട്. അപ്പൊ അതിന് മുമ്പ് പോയിട്ട് ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് വരാം. നമുക്ക് ഡോഗ്സിന്റെ പാർട്സ് ഒക്കെ മേടിക്കണം, കുറച്ച് വെജിറ്റബിളും കാര്യങ്ങളൊക്കെ മേടിക്കണം. അപ്പൊ നമുക്ക് നേരെ ഷോപ്പിങ്ങിന് പോകാം. എനിക്ക് ഭയങ്കര റിലാക്സേഷൻ ആട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിറയെ പച്ചപ്പാണ്. നമ്മുടെ നാട് മുഴുവൻ പച്ചപ്പിലും പുഴയും അതുപോലെ വെള്ളവും പച്ചപ്പും കൊണ്ടങ്ങ് നിറഞ്ഞിരിക്കുന്ന നാടാണ് കേട്ടോ വയനാട് എന്ന് പറയുന്നത്. അതിൽ തന്നെ ഏറ്റവും സുന്ദരമായ സ്ഥലത്താണ് നമ്മുടെ വീട്, ദൈവം സഹായിച്ച്.
അപ്പൊ നമുക്കിങ്ങനെ പോകുമ്പോൾ ഭയങ്കര രസ. വെറുതെ ഇവനെപ്പോഴും ഇങ്ങനെ പാട്ടിടും, നല്ല പാട്ടുകൾ ഇടും കേട്ടോ. അപ്പൊ അതും കേട്ട് ഇങ്ങനെ വണ്ടിയിൽ ഇരുന്ന് റിലാക്സ് ആയിട്ട് ചുറ്റും കണ്ണോടിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ ചെയ്ത ജോലിയുടെ ഭാരം മുഴുവനും, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലെ ടെൻഷന്റെ ഭാരം മുഴുവനും എവിടെയോ ഒഴുകി പോകുന്ന ഒരു ഫീലാണ് കേട്ടോ. അങ്ങനെ ഇത് നമ്മൾ പോകുന്ന വഴിക്ക് തന്നെയുള്ള ഒരു നല്ലോണം പറഞ്ഞ ഈ വീട്ടിലെ ഊണില്ലേ, അങ്ങനെയുള്ളതാണ്. നല്ല വൃത്തിയൊക്കെ ഉണ്ട്, നല്ല ഫുഡാണ് അവിടെ, നല്ല ചൂടോടെ കഴിക്കാം. 11:30 മുതൽ 12 മണി മുതലൊക്കെ ഇവിടെ തുടങ്ങുന്നത്. അപ്പൊ നമ്മൾ ഇവിടുത്തെ ഇന്നത്തെ ഫസ്റ്റ് കസ്റ്റമർ. നമ്മൾ ഓൺ ദ വേ പോകുമ്പോൾ ഞങ്ങൾ ഇവിടെ കഴിക്കാറുണ്ട്. പിന്നെ ഷീബ, സുമ 2 പേരാണ് ഇവിടെ ഉള്ളത്. അവര് ഭയങ്കര നന്നായിട്ട് നമ്മളെ വീട്ടിലുള്ള റിലേറ്റീവ്സ് ഒക്കെ നമുക്ക് സ്നേഹത്തോടെ വർത്താനമൊക്കെ പറഞ്ഞ് വിളമ്പി തരുന്ന ഒരു ഫീലാണ് കേട്ടോ. അങ്ങനെയാണ് അവര് ട്രീറ്റ് ചെയ്യുന്നത്. ചൂട് കാരണം നമുക്ക് കൈ പോലും അതിൽ തൊടാൻ പറ്റത്തില്ല. അത് എത്രയും ഫ്രഷ് ആയിട്ടുള്ള ഫുഡ്, നല്ല വൃത്തിയുള്ള അന്തരീക്ഷം. അങ്ങനെയാണ് ഓൺ ദ വേയിൽ. നിങ്ങൾ ഈ പനമരം മീനങ്ങാടി റൂട്ടിൽ എവിടെയെങ്കിലും പോകുമ്പോൾ അത്യാവശ്യ സാധനങ്ങളൊക്കെ ഞാനിവിടെ മീനങ്ങാടിയിൽ വരുമ്പോൾ ഇവിടുന്ന് മേടിക്കും. പിന്നെ നമ്മൾ ചിക്കൻ ഇവിടെ വന്നിട്ട് വീട്ടിലേക്കുള്ള ചിക്കൻ മേടിച്ച് അതുപോലെ പാർട്സും ഒക്കെ നമ്മൾ മേടിച്ചിട്ട് ഇവിടെ വിളിച്ച് പറഞ്ഞാൽ മതി, നമുക്ക് തലേ ദിവസം. അപ്പൊ അവരെടുത്ത് വെക്കും. അങ്ങനെ നമുക്ക് ഇവിടുന്ന് പാർട്സും കിട്ടും. അപ്പൊ അങ്ങനെ എല്ലാ സാധനങ്ങളൊക്കെ മേടിച്ചു. ഒത്തിരി ഷോപ്പിങ്ങിനൊന്നും എനിക്ക് ഇവിടെ പ്ലാനില്ല. നമ്മൾ കൽപ്പറ്റയാണ് നമ്മുടെ മെയിൻ ഷോപ്പിംഗ്. എന്നിട്ട് നമ്മൾ നേരെ തിരിച്ചു പോകും. മെയിൻലി നമുക്ക് പാർട്സ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന്. നമുക്ക് മീനങ്ങാടി ഭാഗത്തു നിന്നാണ് ഇങ്ങനെ ബൾക്കായിട്ട്, ചിലപ്പോൾ ഞാൻ 10 കിലോ അല്ലെങ്കിൽ 15 കിലോ ഒക്കെ പോകുമ്പോൾ അറ്റേ ടൈം മേടിച്ചിട്ട് വരും. അങ്ങനെയാണ്. അത് തിരിച്ച് വീണ്ടും ഭയങ്കര റിലാക്സ് ആയിട്ട് പാട്ടൊക്കെ കേട്ട് അതിന്റെ ഇടയ്ക്ക് നമ്മൾ ചോക്ലേറ്റും അത് ഇതൊക്കെ മേടിക്കുമല്ലോ, അതൊക്കെ തിന്ന് പിന്നെ ഇവനിങ്ങനെ കണ്ടിന്യൂസ് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. അതിന്റെ ഇടയ്ക്ക് ഒന്നും മിണ്ടാതിരിക്കണം, ഞാൻ കുറച്ചു നേരം വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ചുറ്റും ഭംഗിയിലെല്ലാം ആസ്വദിച്ച് അങ്ങനെ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോരുവാണ്. അപ്പൊ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകും കേട്ടോ. ഇവിടെ പാർട്സ് മേടിക്കാൻ വേണ്ടി പോകുമ്പോൾ ഒക്കെ ആ കൂടെ ഞാൻ അത്യാവശ്യ സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടുന്ന് മേടിക്കും. അങ്ങനെയാണ്. പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ വീട്ടിലേക്കുള്ള ഷോപ്പിങ്ങിന് പോകുന്നത് കൽപ്പറ്റയാണ്, ജാംജുമ്മ. അവിടെയാണ് സാധാരണയായിട്ട് പോകുന്നത്. അത് മാസത്തിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ ചിലപ്പോൾ 2 പ്രാവശ്യം പോകേണ്ടി വരും. അങ്ങനെ പോകുള്ളൂ. അപ്പൊ ഞാൻ ബൾക്കായിട്ട് സാധനങ്ങളെല്ലാം കൂടി മേടിച്ചു നോക്കും. അങ്ങനെ നമുക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അതിന് മുന്നോടിയായിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ ഇവിടുന്ന് മേടിക്കുന്നേ ഉള്ളൂ. നല്ല രസമാണ് ഈ യാത്രകള്, ഭയങ്കര ഇഷ്ടമാണ്. ഇതുപോലെ പാട്ടൊക്കെ കേട്ട് ചുറ്റോട് ചുറ്റുമൊക്കെ കണ്ട് റിലാക്സ് ആയിട്ട് നമ്മുടെ അടുത്ത് തന്നെയാണ് കേട്ടോ. ഈ സ്ഥലങ്ങളെല്ലാം നമ്മുടെ അടുത്ത് തന്നെയാണ്. വീണ്ടും നമ്മൾ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവാണ്. കണ്ടോ, ചുറ്റും നമുക്ക് ഇങ്ങനെ പച്ചപ്പ് നല്ല ഭംഗി. ഇങ്ങനെ നമ്മൾ പിക്ചറിലൊക്കെ കാണുന്ന പോലെയാണ്, നമ്മുടെ കലണ്ടറിലൊക്കെ കാണില്ലേ, അതുപോലെയാണ് നമ്മുടെ വീടിന്റെ ചുറ്റും. ഇത് തൊട്ടടുത്തുള്ള വയലാണ് കേട്ടോ. അങ്ങനെ 4 ചുറ്റും നമുക്ക് വയലാണ്, തൊട്ട് മുമ്പിൽ റോഡും ഉണ്ട്. അങ്ങനെയാണ് നമ്മുടെ സ്ഥലം. കുന്നും മലയും ഇല്ല ഇവിടെ, അതൊരു വലിയ ഭാഗ്യം. നമുക്ക് മഴക്കാലത്ത് കുറച്ച് പേടിക്കാതിരിക്കാം. പക്ഷെ പുഴകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. വെള്ളം കയറാനൊക്കെ വീട് തൊട്ടടുത്തോട്ട് വരില്ല. പക്ഷെ ഈ വയലിലേക്ക് അത്യാവശ്യം വെള്ളം കയറും മഴക്കാലം ആകുമ്പോൾ. ഞാൻ ഒരിക്കലും ഒരു വീഡിയോ ഇട്ടിരുന്നു ഇവിടെ പിന്നെ മഴ പെയ്തിട്ട് വെള്ളമൊക്കെ കയറുന്നത് അങ്ങനെയാണ്. എന്നാലും കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ. നമ്മളൊരു സമയത്ത് പുറത്ത് പോയിട്ട് തിരിച്ച് വീട്ടിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ മൈൻഡ് ഭയങ്കര ഒരു ഫ്രഷ്നെസ് ആയിരിക്കും, ഭയങ്കര ഒരു റിലാക്സ്ഡ് ആയ ഒരു മോഡിലാണ് നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും. ഇതൊക്കെ ഞാൻ 5 വർഷം നടന്നു പോയ ജോലി ചെയ്ത വഴികളാണ് കേട്ടോ. ഞാൻ അശ്വിനോടെ എല്ലാ പ്രാവശ്യം ഇവിടെ എത്തുമ്പോൾ അത് പറയൂ കേട്ടോ, ഇത്രയും കിലോമീറ്റർ ഞാൻ നടന്നു പോയിട്ടാണ് ആ ജോലി ചെയ്തതെന്ന് പറഞ്ഞ് അവൻ ചിരിക്കും കേട്ടോ. അങ്ങനെ അതെല്ലാം ഇങ്ങനെ വീണ്ടും നമ്മൾ ആ വഴിക്കോടെ ഒക്കെ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഓർമ്മ വരും കേട്ടോ. അതിനുശേഷമാണ് ഞാൻ പിന്നെ സൗദി അറേബ്യയിൽ ജോലിക്ക് പോയത്. അങ്ങനെയൊക്കെയാണ്. അങ്ങനെ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ അവിടെ പോയി സാധനങ്ങളൊക്കെ മേടിച്ച് ചെറിയ ഷോപ്പിംഗ് ആണ് കേട്ടോ. മെയിൻലി നമ്മൾ ഡോഗ്സിനുള്ള ഫുഡ് മേടിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് എത്തി. ഇവിടേക്ക് എത്തുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും അടുത്തോട്ട് എത്തുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ മുഴുവനും വീണ്ടും ഐറയും ഡിയോണേ നമ്മുടെ മിലോക്കൂട്ടിനും വരും കേട്ടോ. മിലോ വിഷമിച്ച് ജനലിൽ വന്നിട്ട് നോക്കി, ജനലിൽ അള്ളിപ്പിടിച്ച് നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും കേട്ടോ. എന്നിട്ട് പിന്നെ സൗണ്ട് ഇല്ലാതെ ഇങ്ങനെ കരയും കേട്ടോ. എന്നെ ഇട്ടിട്ട് പോയോ എന്നുള്ള ഒരു ദുഃഖത്തോടെയുള്ള ഒരു കരച്ചിലുണ്ട് കേട്ടോ. ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് എത്തിയാൽ മതി, ഡോറൊന്ന് തുറന്ന് കിട്ടിയാൽ മതി. അങ്ങനെ ഒരു രീതിയിലായിരിക്കും നമ്മൾ ഇവിടെ എത്തുമ്പോഴത്തേക്ക്. കാരണം നമ്മൾ പ്രതീക്ഷിച്ച പാവങ്ങൾ 3 എണ്ണങ്ങൾ അവിടെ നോക്കി ഇരിപ്പുണ്ടെന്നറിയാം. പക്ഷിക്കുഞ്ഞ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോന്ന് അറിയത്തില്ല. അതിനത്ര മിസ്സിങ്ങും കാര്യങ്ങളൊന്നും ആയി തുടങ്ങിയിട്ടില്ല. എനിവേ പക്ഷെ ഇന്ന് രാവിലെ മുതൽ നമ്മുടെ ഡിയോണയും ഐറമോളും ഒന്നും കഴിച്ചിട്ടില്ല. ഞാൻ മുട്ട വിഴുങ്ങിക്കൊണ്ട് കൊടുത്തു. പക്ഷെ അത് മാത്രം കഴിച്ചിട്ട് വെയിറ്റ് ചെയ്യുവാണ്. ഞാൻ ചോറിലും മുട്ടയൊക്കെ കുതിർത്തൊക്കെ കൊടുത്തിട്ടും പറ്റത്തില്ല. അതുങ്ങൾക്ക് ചിക്കൻ ഇല്ലാതെ അല്ലെങ്കിൽ ബീഫ് ഇല്ലാതെ അവർ കഴിക്കത്തേയില്ല. ഫിഷ് അവർക്ക് അത്ര ഇഷ്ടമില്ല. അങ്ങനെയൊക്കെയാണ്. അപ്പം പിന്നെ അമ്മ പോയി കൊണ്ടുപോകാന്നുള്ള മട്ടിൽ രാവിലെ മുതൽ അവിടെ മൂഡ് ഓഫ് ആയിട്ട് ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എപ്പോഴും എവിടെ പോയിട്ട് ഷോപ്പിങ്ങിന് പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആദ്യം ഞങ്ങൾ നമ്മുടെ പിന്നെ ഐറയുടെ ഡിയോണയുടെ അടുത്തേക്ക് എല്ലാവരും മാർച്ച് ഫാസ്റ്റ് ആട്ടോ. അവിടെ ചെന്ന് അവരെ ഒന്ന് മിണ്ടി പറഞ്ഞ് ഇന്ന് ഭയങ്കര നിശബ്ദമായിരുന്നു. കാരണം നന്നായിട്ട് വിശന്ന് നിൽക്കുക. അല്ലെങ്കിൽ ഇങ്ങനെയല്ല, ഭയങ്കര ആക്റ്റീവായിട്ട് കണ്ടോ, വിശന്ന് പട്ടിണി ഇരിക്കുവാണ്, ഒന്നും കഴിക്കാതെ.
ഇപ്പൊ ഒരു 2 മണി 2:30 ആയിട്ടുണ്ടാവും. ഇത്രയും നേരം ഒന്നും കഴിക്കാത്തതിന്റെ ക്ഷീണമാണ് ഈ കാണിക്കുന്നത്. ചോറും ചോറ് രാവിലത്തെ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇവർക്കുള്ളത്. പെട്ടെന്ന് തന്നെ ഞാൻ എന്റെ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഓടി വന്നിട്ട് ഒരു സെക്ഷൻ എടുത്തിട്ട് നമുക്ക് ഞാനിങ്ങനെ മൺകലങ്ങളിലേക്ക് ഇട്ടിട്ട് ഉപ്പും മഞ്ഞളും ഒന്നും ചേർക്കത്തില്ല കേട്ടോ. അങ്ങനെ ചേർത്ത് കൊടുക്കാമെന്ന് കുറച്ച് പേരൊക്കെ പറഞ്ഞു, ഞാനൊന്നും ചേർക്കാറില്ല. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കും നന്നായിട്ട്. അപ്പം കുറെ നേരം നമ്മുടെ വിറകടുപ്പിൽ വെച്ചിട്ട് വേവിച്ച് വെക്കും. അപ്പം എന്നിട്ട് ഞാൻ ചെറിയ ചെറിയ പ്ലാസ്റ്റിക് പാത്രങ്ങളിലേക്ക് ആക്കിയിട്ട് ഒന്നുകിൽ ഫ്രീസറിൽ വെക്കും അല്ലെങ്കിൽ ഫ്രിഡ്ജിലും കുറച്ച് വെക്കും. അങ്ങനെ അപ്പൊ എനിക്ക് കുറച്ച് ദിവസത്തേന് ഒരു 4-5 ദിവസത്തേന് അവർക്ക് കൊടുക്കാനുള്ളത് ഞാനിങ്ങനെ ഒന്നിച്ച് വേവിച്ചിട്ട് വെക്കും. ഇത് ചോറും കൂടി മിക്സ് ചെയ്തിട്ട് പിന്നെ കുറച്ച് വെജിറ്റബിളും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ സാധാരണയായിട്ട് അങ്ങനെ കൊടുക്കുന്നത്. അങ്ങനെയാണ്. അപ്പം അവരിങ്ങനെ വിശന്ന് നിൽക്കുന്നതാണെന്ന് നമുക്ക് ഭയങ്കര വിഷമമാണ്. ഞാൻ പക്ഷെ കൊറിയറൊക്കെ കൊടുത്ത് എനിക്ക് അവിടെ നിന്ന് പോയി മേടിച്ചിട്ട് വരാനുള്ള സമയം, അതുകൊണ്ട് ഇന്നിപ്പോ 2 മണി വരെ ഇങ്ങനെ വിശന്ന് നിൽക്കുവാണ്. 2-2:30 ആയിട്ടുണ്ട് ഇപ്പൊ. ഇനിയിപ്പോ വേവിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ കൊടുക്കും. അതിനുശേഷം നമ്മുടെ എല്ലാ പണികളും, ചായ പോലും ഞാൻ വെക്കാൻ നിൽക്കത്തുള്ളൂ. ഇതിങ്ങളിങ്ങനെ പട്ടിണി കിടക്കുന്ന കാണുമ്പോൾ മനസ്സിന് ഭയങ്കര വിഷമമാണ്. അത്രയ്ക്ക് അറ്റാച്ച്ഡ് ആണ് നമ്മൾ ഡോഗ്സിനെയൊക്കെ വളർത്തി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ. സത്യത്തിൽ എനിക്ക് പൂച്ചയോ ഡോഗ്സിനെ ഒന്നും വളർത്താൻ ആദ്യമേ പ്ലാൻ ഇല്ലായിരുന്നു കേട്ടോ. ഓക്കെ അന്ന് പക്ഷെ നമ്മൾ ഇതിനെ വളർത്തി തുടങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് ഭയങ്കര അറ്റാച്ച്ഡ് ആവും നമ്മൾ ഇവരോട്. അങ്ങനെയാണ്. ചെറിയ അവർക്കൊരു അസുഖം വന്നാലും നമുക്ക് സ്ട്രെസ്, ടെൻഷൻ, അവർക്ക് ഫുഡ് ഒക്കെ വിശപ്പ് മാറിയില്ലെങ്കിൽ എന്ത് കാര്യത്തിനും അവരോട് ഭയങ്കര അറ്റാച്ച്ഡ് ആവും നമുക്ക്. എനിക്കിങ്ങനെ കുറേ മൺപാത്രങ്ങളുണ്ട് കേട്ടോ. എൻ്റെ രണ്ടാമത്തെ കിച്ചണിലെ ഒരു ഏരിയയിലാണ് ഞാനിങ്ങനെ എൻ്റെ മൺപാത്രങ്ങളും അടുപ്പും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ കേട്ടോ. അപ്പം അതെല്ലാം കഴുകി ഇവിടെ തന്നെ എടുത്ത് വെക്കും. എന്നിട്ട് ആവശ്യത്തിന് ഞാൻ ഇങ്ങനത്തെ സംഗതികളൊക്കെ ഞാൻ പിന്നെ വേവിക്കുന്നതൊക്കെ ഈ വിറകടുപ്പിലാണ് കേട്ടോ. ഇത്തരത്തിൽ വിറകടുപ്പിൽ നമ്മളിങ്ങനെ വിറക് കത്തിക്കുമ്പം വരുന്ന ഒരു പുകയും ഒരു അതിൻ്റെ ഒരു സീനും ഒക്കെ നമുക്ക് ഭയങ്കര നൊസ്റ്റാൾജിയ കൊണ്ടുവരും അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ചെറുപ്പകാലത്തിലേക്ക് നമ്മൾ കൂട്ടിക്കൊണ്ടുപോകും ഈ സീനുകളും അങ്ങനത്തെ എല്ലാം കേട്ടോ. ഞാൻ എപ്പോഴും ഞാനിങ്ങനെ ഈ ലൈറ്റ് ഓഫ് ഒക്കെ ഇട്ടോ ഇവിടെ വന്നിങ്ങനെ നോക്കിയിരിക്കും കേട്ടോ. നമ്മുടെ ചെറുപ്പത്തിലേക്ക് നമ്മൾ പോകുന്ന ആ സ്മെല്ലൊക്കെ നമുക്ക് ഫീൽ ചെയ്യും അല്ലേ. ചെറുപ്പത്തിൽ നമുക്ക് ഇങ്ങനെയാണല്ലോ, വിറകടുപ്പും കാര്യങ്ങളും ഒക്കെ ആണല്ലോ. ഇനി വന്നിട്ട് വെജിറ്റബിളൊക്കെ കുറച്ചേ മേടിച്ചിട്ടുള്ളൂ. വെജിറ്റബിളും അതെല്ലാം എടുത്ത് വെക്കണം. ഡിന്നറിന് എന്തെങ്കിലും റെഡിയാക്കണം, ചായ വെക്കണം. ഇതൊക്കെയാണ് കൂട്ടുകാരെ എൻ്റെ ഒരു ദിവസം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പ്രൊഡക്റ്റിന് ആവശ്യമുള്ളവരെല്ലാം വാട്സപ്പിലേക്ക് വരൂ കേട്ടോ. ബാക്കി വിശേഷങ്ങൾ പറയാനും വാട്സപ്പിലേക്ക് വരൂ കേട്ടോ. അപ്പോൾ ടാറ്റ, അതിന് അടുത്ത ദിവസം കാണാം കേട്ടോ.